ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. നമ്മളും നാമുമായി ബന്ധപ്പെട്ടവരിലും രോഗികളായി കഴിയുന്ന, വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരിക്കൽ കൂടി പെരുന്നാൾ ദിവസം ഒരുമിച്ച് കൂടാൻ നമുക്ക് സൗഭാഗ്യം നൽകി. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അവൻ്റെ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുകയും അതിലൂടെ നമ്മുടെ ഈമാനും തഖ്വയും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കണം എന്ന് മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്നുണ്ട്. സന്തോഷത്തിലും ദുഃഖത്തിലും അള്ളാഹുവിനനുസരിക്കണം, പ്രയാസത്തിലും എളുപ്പത്തിലും അള്ളാഹുവിനനുസരിക്കണം. ഏത് സാഹചര്യത്തിലും അള്ളാഹുവിനനുസരിക്കാനുള്ള ഈമാനിയായ പ്രാപ്തിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. റമദാൻ നമ്മളോട് വിട പറഞ്ഞു. റമദാനിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകളുമെല്ലാം ആ റമദാനിൻ്റെ അന്തരീക്ഷത്തിൽ, സാഹചര്യത്തിൽ നമ്മൾ പ്രവർത്തിച്ചു എന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ അത് എത്രത്തോളം പരിവർത്തനമുണ്ടാക്കിയെന്ന് തിരിച്ചറിയുന്നത് ഇന്ന് മുതൽ തുടങ്ങുന്ന നമ്മുടെ ജീവിതത്തിലാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഏത് സാഹചര്യത്തിലും, റമദാനിൽ മാത്രമല്ല, റമദാൻ അല്ലാത്ത സാഹചര്യത്തിലും നിങ്ങൾ അള്ളാഹുവിനനുസരിക്കുകയും അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഹൃദയത്തിൽ സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള ഈമാനിയായ കരുത്ത് അള്ളാഹു നൽകുക. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്യുക. ഏത് സാഹചര്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ യജ്അൽ ലക്കും ഫുർഖാൻ, അള്ളാഹു നിങ്ങൾക്ക് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കി തരും. നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങളുടെ തിന്മകൾ അള്ളാഹു നന്മകളാക്കി മാറ്റിത്തരും. അള്ളാഹു വലിയ വിശാലതയുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് എല്ലാ സന്ദർഭത്തിലും നമ്മളിത് കാത്തു സൂക്ഷിക്കണമെന്ന നിലക്കാണ്. നമ്മളെ പുതിയ വസ്ത്രം ധരിപ്പിച്ചത് അള്ളാഹുവാണ്. എത്രയോ ആളുകൾ ഈ പെരുന്നാളിന്റെ ദിവസം പുതിയ വസ്ത്രം ധരിച്ചിട്ടില്ല. എത്രയോ ആളുകൾക്ക് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളില്ല. എന്നാൽ അള്ളാഹു നമ്മളെ പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചപ്പോഴേക്കും നമ്മളുടെ ഹൃദയത്തിന്റെ തഖ്വയും ഈമാനും ഒക്കെ ചോർന്നു പോകുന്ന ഒരവസ്ഥയാണ് എങ്കിൽ നമ്മൾ എത്ര ബലഹീനരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സന്തോഷത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുന്ന ആളുകളെ അള്ളാഹു ഖുർആനിൽ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ ധരിച്ച നല്ല വസ്ത്രങ്ങളെക്കാളെല്ലാം ഏറ്റവും നല്ല വസ്ത്രം തഖ്വയുടെ വസ്ത്രമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ പൊതിയേണ്ടത്, അലങ്കരിക്കേണ്ടത്. യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശ വലിബാസു തഖ്വ ദാലിക ഖൈർ ദാലിക മിൻ ആയാതില്ലാഹി ലഅല്ലഹും യദക്കറൂൻ. അല്ലയോ ആദമിന്റെ മക്കളെ, നിങ്ങളെ നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചത് ഞാനാണ്. നാമാണ് നിങ്ങൾക്ക് വസ്ത്രങ്ങൾ ഇറക്കി തന്നത്. സാധാരണ വസ്ത്രവും പിന്നെ അലങ്കാര വസ്ത്രവും. സാധാരണ വസ്ത്രങ്ങൾ കൂടാതെ അള്ളാഹു അലങ്കാര വസ്ത്രങ്ങൾ നൽകി. അത് നിങ്ങൾ നിങ്ങളുടെ പെരുന്നാളിന് സന്തോഷങ്ങളിലൊക്കെ നിങ്ങൾ ധരിക്കും. അങ്ങനെയുള്ള അലങ്കാര വസ്ത്രങ്ങൾ നിങ്ങൾക്ക് നൽകിയതും നാമാണ്. എന്നാൽ ഏറ്റവും നല്ല വസ്ത്രം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? വലിബാസു തഖ്വ, അത് തഖ്വയുടെ വസ്ത്രമാണ്. ദാലിക ഖൈർ, അതാണ് ഏറ്റവും നല്ല വസ്ത്രം. അത് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ വസ്ത്രമാണ്. നിന്റെ ഹൃദയത്തിൽ എപ്പോഴും നീ ധരിക്കേണ്ട വസ്ത്രമാണ്. ദാലിക മിൻ ആയാതില്ലാഹി, ഇത് അള്ളാഹുവിന്റെ വലിയൊരു ആയത്താണ്, ദൃഷ്ടാന്തമാണ്. അവർ ചിന്തിക്കാൻ വേണ്ടി, ഗുണപാഠം സിദ്ധിക്കാൻ വേണ്ടി അള്ളാഹു ഇത് വിവരിക്കുകയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റമദാനിൽ നമ്മൾ ധരിച്ച വസ്ത്രങ്ങളൊക്കെ അടിച്ചു മാറ്റി പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് സന്തോഷങ്ങൾ അള്ളാഹു നമുക്ക് നൽകുമ്പോഴേക്കും നമ്മൾ മതിമറന്ന് പഴയ അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഈ വിശുദ്ധ ഖുർആനിൽ ആയത്ത് നമ്മൾ കൂടുതലായി ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു നൽകിയ ഈ വസ്ത്രത്തെക്കാളെല്ലാം ഏറ്റവും വലുത്
നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു തഖ്വയുടെ വസ്ത്രം നൽകിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു ഇന്നീ അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുവേ, നിന്നോട് ഹിദായത്ത് ഞങ്ങൾ ചോദിക്കുകയാണ്, തഖ്വ ചോദിക്കുകയാണ്, അഫാഫ് പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു പവിത്രമായ ജീവിതം ചോദിക്കുകയാണ്, വൽ ഗിന ധന്യത ചോദിക്കുകയാണ്. നീയല്ലാത്ത ആരിലേക്കും ഹൃദയം തിരിയാത്ത ഒരു നല്ല സാഹചര്യം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കി തരണം. ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ വരുന്നുണ്ട്. 3 കാര്യങ്ങൾ എപ്പോഴും നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്ന് ഖുർആനിൽ അറിയിക്കുന്നുണ്ട്. അള്ളാഹു റമദാനിൽ നല്ല ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കി തന്നു. ഈ 3 സാഹചര്യങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ സംരക്ഷിച്ചു. എന്നാൽ ആ 3 സാഹചര്യങ്ങളും ഇന്നു മുതൽ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. അതിൽ ഒന്നാമത്തത് ശൈത്താൻ തന്നെയാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ശൈത്താന്റെ കാലടികളെ നിങ്ങൾ അനുകരിക്കരുത്. വമൻ യത്തബിഉ ഖുതുവാത്തി ശൈത്താൻ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. ആരെങ്കിലും ശൈത്താന്റെ കാലടികളെ പിൻപറ്റുകയാണെങ്കിൽ അവൻ മ്ലേച്ഛമായതാണ് കൽപ്പിക്കുക, തിന്മകളാണ് പ്രേരിപ്പിക്കുക. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അല്ലാഹുവിന്റെ കാരുണ്യവും ഔദാര്യവും ഇല്ലായിരുന്നെങ്കിൽ മാ സകാ മിൻകും അഹദ, നിങ്ങളിൽ ആരും പരിശുദ്ധി പ്രാപിക്കൂല. നിങ്ങൾ നന്നായിട്ടുണ്ടോ എന്ന് നല്ലതുപോലെ അല്ലാഹുവാണ് അറിയുന്നവൻ. നിങ്ങളുടെ നോമ്പിലൂടെ, നമസ്കാരത്തിലൂടെ, ദുആയിലൂടെ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കേണ്ടത് അല്ലാഹുവാണ്. നിങ്ങൾ മാറിയിട്ടുണ്ടോ എന്ന് നല്ലതുപോലെ അറിയുന്നവൻ അല്ലാഹുവാണ്. മാ സകാ മിൻകും മിൻ അഹദിൻ അബദൻ വലാകിൻ അല്ലാഹു യുസക്കി മൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവരെ അല്ലാഹു നന്നാക്കും, അല്ലാഹു പരിശുദ്ധിപ്പെടുത്തും. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. നിങ്ങളുടെ പിതാവ് ആദം നബിയെ പോലും പരീക്ഷണത്തിൽ കുടുക്കിയത് ശൈത്താനാണ്. അതുപോലെ നിങ്ങളെയും അവൻ കൊടുക്കും. കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന ലാ യഫ്തിനന്നകും ശൈത്താൻ. ശൈത്താൻ നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. അല്ലാഹു പറയാണ്, കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളെ പുറത്താക്കിയതുപോലെ ദീനിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ശൈത്താൻ ശ്രമിക്കും. യൻസിഉ അൻഹുമാ ലിബാസഹുമാ, അവരുടെ വസ്ത്രം ശൈത്താൻ ഊരിക്കളഞ്ഞു. ലിയുരിയഹുമാ സവാതിഹിമാ, അവർക്ക് പരസ്പരം നഗ്നത കാണാൻ പാകത്തിൽ സ്വർഗത്തിന്റെ വസ്ത്രം ഊരിക്കളയാനാണ് ആദ്യം ശൈത്താൻ ശ്രമിച്ചത്. ഈമാനിന്റെയും തഖ്വയുടെയും വസ്ത്രം ഊരിക്കളയുക എന്നതാണ് ശൈത്താന്റെ ഒന്നാമത്തെ ശ്രമം. ഇന്നഹു യറാകും ഹുവ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, അവനും അവന്റെ കൂട്ടുകാരും നിങ്ങളെ കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അവനെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നാ ജഅൽനാ ശയാതീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാത്ത ആളുകൾ എപ്പോഴും അവനെ കൂട്ടുകാരാക്കും. ഈമാനില്ലാത്ത ആളുകൾ, തഖ്വയില്ലാത്ത ആളുകൾ, അവരുടെ കൂട്ടുകാരി ശൈത്താനായിരിക്കും. ശൈത്താൻ പറയുന്നത് പോലെ തിന്മകൾ ചെയ്ത്, തോന്നിയാസങ്ങൾ ചെയ്ത് അവർ ജീവിക്കും. നോമ്പിന് ഒരു പ്രത്യേക വസ്ത്രം അവർ ധരിച്ചിട്ടുണ്ടാവും. ആ വസ്ത്രം പെരുന്നാളോടുകൂടി ഊരി വലിച്ചെറിയും ശൈത്താൻ. പിന്നെ വഴികേടിന്റെ വഴികളിലേക്കാണ് ശൈത്താൻ അവരെ കൂട്ടിക്കൊണ്ടുപോവുക എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ശൈത്താന്റെ വഞ്ചനയിൽ കുടുങ്ങുക എന്നതാണ് ഇന്നു മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തത്, മോശമായ കൂട്ടുകെട്ടിലും സാഹചര്യത്തിലും നമ്മൾ പെട്ടുപോവുക എന്നതാണ്. ഖാറൂൻ നല്ല ഈമാനുള്ള ആളായിരുന്നു. ഖാറൂൻ മൂസാ നബിയിൽ വിശ്വസിച്ച ആളായിരുന്നു, നല്ല തഖ്വ ഉള്ള ആളായിരുന്നു. പക്ഷേ സമ്പത്തും മോശമായ കൂട്ടുകെട്ടുമാണ് അവനെ വഴിപിഴപ്പിച്ചത്. നമുക്ക് അല്ലാഹു റമദാനിൽ നൽകിയത് ശൈത്താനെ അല്ലാഹു ബന്ധിച്ച് കടലിലിട്ടു. മോശമായ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി ഈമാനിന്റെ, പള്ളിയുടെ, ദീനിന്റെ സാഹചര്യവുമായി നമ്മളെ അല്ലാഹു ബന്ധപ്പെടുത്തി. എല്ലാം അവിടെ നിൽക്കട്ടെ, നോമ്പ് കഴിയട്ടെ എന്നായിരുന്നു പലപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നത്. എന്നാൽ ആ നോമ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് എന്താണ് നമ്മുടെ പ്ലാൻ? പഴയ അവസ്ഥയിൽ തന്നെ തിന്മകളുമായി പോകാനാണോ? അതല്ല, നോമ്പിൽ നമ്മൾ അല്ലാഹുവിനെ തഖ്വ ചെയ്തതുപോലെ ഇനിയും അങ്ങോട്ട് അല്ലാഹുവിനെ തഖ്വ ചെയ്യാനാണോ തീരുമാനം എന്നാണ് അല്ലാഹു പരിശോധിക്കുന്നത്. ഖാറൂന് സമ്പത്ത് വന്നപ്പോൾ അവൻ അഹങ്കരിച്ചു. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹിം, അക്രമങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരു ഗ്യാങ് ഉണ്ടാക്കി, കൂട്ടുകാരെ ഉണ്ടാക്കി. അവരിങ്ങനെ ആ സമ്പത്ത് അടിച്ചു പൊളിക്കുക, അതിലൂടെ തോന്നിയാസങ്ങൾ പ്രവർത്തിക്കുക, ദൂർത്ത് നടത്തുക. വഅതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ, വലിയ ഖജനാവിന്റെ ശേഖരങ്ങൾ ഞാൻ അവന് കൊടുത്തിരുന്നു.
നല്ല യുവാക്കൾക്ക് അതിൻ്റെ താക്കോലുകൾ വഹിക്കാൻ മാത്രം ഉണ്ടായിരുന്നു. അഥവാ അവന്റെ കൂട്ടത്തിൽ അവന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും. അത്രയും വലിയ സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ സൗകര്യത്തിൽ ജീവിച്ച ആളായി മാറിയവൻ. അപ്പം പിന്നെ അഹങ്കാരം വന്നു, പൊങ്ങച്ചം വന്നു, ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടായി. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൂടെയുള്ള നല്ല ആളുകൾ അവനെ ഉപദേശിച്ചു, നീ ആഖിറം സമ്പാദിക്കാനാണ് ശ്രമിക്കേണ്ടത്. നിനക്ക് ആവശ്യമുള്ളത് ദുനിയാവിൽ ഉപയോഗിക്കാം, പക്ഷെ മതിമറന്ന് ആഹ്ലാദിക്കരുത്. ലാ തഫ്റഹ്, നമ്മുടെ സന്തോഷത്തിൽ പുളകം കൊള്ളാൻ പാടില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, പുളകം കൊള്ളുന്ന സന്തോഷിക്കുന്ന ആളുകൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ഈ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ എന്തെങ്കിലും അലങ്കാരങ്ങളുടെ പേരിൽ അമിതമായി സന്തോഷിക്കുന്ന ആളുകൾ അല്ലാഹു വിമർശിക്കുന്നുണ്ട്. ഖുർആന്റെ പേരിൽ, അതുപോലെ തന്നെ ദീനിന്റെ മറ്റുള്ള കാര്യങ്ങളുടെ പേരിൽ, അതിന്റെ സൗഭാഗ്യത്തിന്റെ പേരിലൊക്കെ സന്തോഷിക്കണം. പക്ഷേ ഒരാൾക്ക് നല്ല വസ്ത്രം അല്ലാഹു കൊടുത്തു, അതിന്റെ പേരിൽ അയാൾ അഹങ്കരിക്കുകയാണ്. നല്ല ചെരുപ്പ് അയാൾക്ക് കൊടുത്തു, അതിന്റെ പേരിൽ അയാൾ അഹങ്കരിക്കുകയാണ്. നല്ല വാഹനം അയാൾക്ക് കൊടുത്തു, അതിന്റെ പേരിൽ അയാൾ അഹങ്കരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളായിരുന്നു ഖാറൂൻ. അങ്ങനെയുള്ള ഖാറൂനോട് ആളുകൾ പറയുകയാണ്, മുഅ്മിനീങ്ങള്, ലാ തഫ്റഹ്, നീ വല്ലാതെ അങ്ങ് പുളകം കൊള്ളണ്ട. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരീൻ, ഈ സന്തോഷം നിലനിൽക്കൂല. ഇത് തകർന്ന് തരിപ്പണമാകും, ഇത് ദുഃഖമായി പരിണമിക്കും. സത്യത്തിൽ ഓരോ പെരുന്നാളുകളും നമുക്ക് എന്തെല്ലാം ദുഃഖങ്ങൾ സമ്മാനിച്ചിട്ടാണ് പോകുന്നത്. നമ്മുടെ സന്തോഷങ്ങൾ അതിന് കടക്കുമ്പോൾ അത് അപകടങ്ങളായി, പ്രയാസങ്ങളായി നമ്മളിലേക്ക് തിരിച്ചു വരികയാണ്. ഖാറൂൻ പറഞ്ഞ മറുപടി ഇന്ന് നമ്മളിൽ പലരും പറയുന്ന മറുപടിയാണ്, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ അറിവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത്, ഞാൻ വാങ്ങിച്ച വാഹനം, ഞാൻ വാങ്ങിച്ച ഡ്രസ്സ്, ഞാൻ വാങ്ങിച്ച ചെരുപ്പ്, ഷൂസ്, ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, ആരുടെ മുന്നിൽ എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കണം എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്നെ നിങ്ങൾ പഠിപ്പിക്കാൻ നിൽക്കണ്ട എന്നവൻ അഹങ്കാരത്തോടെ പറഞ്ഞ് പൊങ്ങച്ചത്തോടെ ആളുകൾക്കിടയിൽ അവൻ പ്രൗഢിയോടുകൂടി നടക്കുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഫഖറജ അലാ ഖൗമിഹി ഫീ സിഗ്നതി ഖാല അല്ലദീന യുരീദൂന അൽ ഹയാത അദ്ദുനിയ യാ ലൈത ലനാ മിസ്ല മാ ഉതിയ ഖാറൂൻ. അപ്പോൾ ദുനിയാവ് ഹൃദയത്തിലുള്ള ആളുകൾ മനസ്സിൽ പറയാണ്, ഇവനൊക്കെ എത്ര വലിയ ഭാഗ്യവാനാണ്, നല്ല വണ്ടി, പെരുന്നാളായപ്പോ നല്ല സെറ്റപ്പിലാണ് ഇവൻ പോകുന്നത്. നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? നമുക്ക് പ്രയാസം തന്നെ, വിഷമം തന്നെ. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുഃഖവും സന്തോഷവും ഒക്കെ നമുക്ക് മാറി മാറി തരുന്നത് നമ്മുടെ അല്ലാഹുവിനെ ഓർമ്മിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സന്തോഷം എപ്പോഴും നിലനിന്നു കൊള്ളണമെന്നില്ല. ദുഃഖവും അങ്ങനെ തന്നെയാണ്. നമ്മൾ സന്തോഷിക്കുമ്പോൾ അതേ സന്ദർഭത്തിൽ തന്നെ എത്രയോ ആളുകൾ ദുഃഖിക്കുകയാണ്. അത് നമുക്ക് ഓർമ്മ വേണം, അത് നമ്മൾ ചിന്തിക്കണം. ഇന്നത്തെ ഇതേ ദിവസം ആശുപത്രികളിൽ, പ്രയാസങ്ങളിൽ, വിഷമങ്ങളിൽ, വീടുകളിലൊക്കെ കഴിയുന്ന എത്രയോ രോഗികളും വിഷമിക്കുന്ന ആളുകളുമുണ്ട്. നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോഴും അത്തരം പാവങ്ങളെ, പ്രയാസപ്പെടുന്ന ആളുകളെ നമ്മൾ ഓർക്കണം. എന്നാൽ ഖാറൂൻ ഓർത്തില്ല, അവൻ അഹങ്കരിച്ചു. അപ്പൊ ദുനിയാവ് ഹൃദയത്തിലുള്ള ആളുകൾ പറയുകയാണ്, ഇവൻ എത്ര വലിയ ഭാഗ്യവാനാണ്. അപ്പോൾ ഇൽമുള്ള ആളുകൾ പറഞ്ഞു, വഖാലല്ലദീന ഊതുൽ ഇൽമ വൈലക്കും സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹാ. നിങ്ങൾക്ക് നാശം, നിങ്ങൾ എന്താ പറയുന്നത്? ഇതൊക്കെ താൽക്കാലികമാണ്. ദുനിയാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും താൽക്കാലികമാണ്. അതാണ് ഇൽമുള്ള ആളുകൾ പറയുക, ഈമാനുള്ള ആളുകൾ പറയുക. അവർ അള്ളാഹുവിന്റെ ഗ്രന്ഥം മനസ്സിലാക്കി അള്ളാഹുവായിട്ട് അടുത്ത ആളുകളാണ്, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ ആളുകളാണ്. അവര് മനസ്സിലാക്കുന്നുണ്ട് ഇതൊക്കെ താൽക്കാലികമാണ്, അള്ളാഹു നൽകിയൊരു സന്തോഷമാണ്, ഇത് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാനാണ്, ഇത് കുടുംബബന്ധം ചേർക്കാനാണ്, ഇത് പാവങ്ങളെ സഹായിക്കാനാണ്. മുഅ്മിനീങ്ങൾ ചെയ്ത ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് പ്രഭാതം വരെ, പെരുന്നാൾ നമസ്കാരം വരെയുള്ള സദഖകൾ മാത്രം നോക്കിയാൽ മതി. എത്ര ലക്ഷക്കണക്കിന് സദഖ മുസ്ലിമീങ്ങൾ ചെയ്തു, എത്ര കിലോ അരികൾ മുസ്ലിമീങ്ങൾ ദാനം ചെയ്തു. സത്യത്തിൽ നമ്മുടെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അതിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആളുകൾക്ക് ഗുണം ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആഘോഷങ്ങൾ അങ്ങനെയാണ്. അതല്ലാതെ നമ്മുടെ ആഘോഷങ്ങൾ പ്രകടനങ്ങളല്ല, നമ്മുടെ അഹങ്കാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ആഭാസങ്ങളല്ല, മറിച്ച് നമ്മുടെ ആഘോഷങ്ങൾ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്ന ആഘോഷങ്ങളാണ്, ആളുകളെ സഹായിക്കുന്ന ആഘോഷങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവന്റെ അഹങ്കാരം അല്ല തീർത്തു. അവൻ അഹങ്കാരം മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്, നാം അവനെയും അവന്റെ ഭവനത്തെയും ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. അങ്ങനെ ഭൂമിയിലേക്ക് അവൻ ആഴ്ന്ന ഒരു അപകടത്തിൽ അവൻ പെട്ടപ്പോൾ അവന്റെ ഒരു കൂട്ടുകാരും സഹായിക്കാൻ വന്നില്ല. പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും, നല്ല വണ്ടി ഉണ്ടോ എല്ലാവരും ഉണ്ടാവും. എന്നാൽ എന്തെങ്കിലും ഒരു അപകടം നിനക്ക് പറ്റിയാൽ, നീ ഏതെങ്കിലും കേസിൽ കുടുങ്ങിയാൽ
ആരും നിന്റെ കൂടെ ഉണ്ടാവുകയില്ല. ഖാറൂനോട് അല്ലാഹ് പറയുകയാണ്, ഖാറൂന്റെ വിഷയം അല്ലാഹ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നീ പുളകം കൊണ്ടപ്പോൾ നിന്റെ വാഹനത്തിലൂടെ, നിന്റെ ഡ്രസ്സിലൂടെ, നിന്റെ വിഭവങ്ങളിലൂടെ നിന്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു നിന്നെ പുകഴ്ത്തി പറയാൻ, നിന്നെ ആളാക്കാൻ. പക്ഷെ അതൊക്കെ തകർന്ന് തരിപ്പണമായപ്പോൾ നീ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. ഫമാ കാന ലഹു മിൻ ഫിയത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാ വമാ കാന മിനൽ മുൻതസിരീൻ. അവൻ സ്വയമായിട്ട് രക്ഷപ്പെടാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. വഅസ്ബഹ അല്ലദീന തമന്നൗ മകാനഹു ബിൽ അംസ് യഖൂലൂന വൈകഅന്ന അല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാ വയഖ്ദിർ. അപ്പോൾ ഇന്നലെ വരെ ഇവനെ പോലെ നമ്മളുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, ഇവൻ ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ അള്ളാഹു കാത്തതാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഗതികേട് വന്നുപോയേനെ. അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് വിശാലത കൊടുക്കും, അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് ഞെരുക്കം കൊടുക്കും. അവസ്ഥകൾ മാറി മാറി വരും. കാഫിരീങ്ങൾ ഒരിക്കലും വിജയിക്കുകയില്ല. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ തിൽക ദാറുൽ ആഖിറ. എന്നാൽ ആഖിറത്തിന്റെ വിജയം, അവിടുത്തെ സ്വർഗീയ ഭവനം, അതാണ് നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദ. ഭൂമിയിൽ അഹങ്കരിക്കാത്തവർക്ക്, പൊങ്ങച്ചം പ്രകടിപ്പിക്കാത്തവർക്ക് നാം ഒരുക്കി വെച്ചതാണ്. വലആഖിബത്തുൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് നാം ഒരുക്കി വെച്ചതാണ്. അവർക്കാണ് അന്തിമ വിജയം ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ടാണ് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുക. പിന്നെ ഈ മോശമായ കൂട്ടുകെട്ടിൽപ്പെട്ട് നമ്മൾ വഴികെടുന്നത് പോലെ തന്നെ നമ്മുടെ സ്വന്തം നഫ്സന്നെ നമ്മളെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. നോമ്പെടുക്കുമ്പം നമ്മുടെ നഫ്സൊന്ന് ഒതുങ്ങും, തറാവീഹ് നിസ്കരിക്കുമ്പം പിന്നെ നമ്മുടെ നഫ്സൊന്ന് ഒതുങ്ങും, രാത്രി ഉറക്കൊഴിഞ്ഞ് ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മുടെ നഫ്സൊന്ന് ഒതുങ്ങും. എന്നാൽ നമ്മൾ തിന്ന് ആഹ്ലാദിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നഫ്സ് തന്നെ നമ്മളോട് തിന്മ ചെയ്യാൻ പറയും. അള്ളാഹു യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം പറഞ്ഞപ്പോൾ സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട്, വമാ ഉബദ്ദിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. എന്റെ മനസ്സിനെ ഞാൻ ഒഴിവാക്കി പറയുന്നില്ല, എന്റെ നഫ്സന്നെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നഫ്സാണ്. അത് ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഇങ്ങനെ ഒരു പ്രേരണ ഉണ്ടാവും, തിന്മ ചെയ്യാനുള്ള പ്രേരണ. ആരാണ് തിന്മയിലേക്ക് ക്ഷണിക്കുന്നത്? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തിന്മയിലേക്ക് ക്ഷണിക്കുന്നത് ഏത് ആളുടെ വീട്ടിലാണോ ആ വീട്ടുകാരി തന്നെയാണ് തിന്മയിലേക്ക് ക്ഷണിക്കുന്നത്. വറാവത്തുഹുല്ലത്തി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ വഖാലത് ഹൈത ലക്. വാതിലുകളൊക്കെ അടിച്ച് ആ സുന്ദരിയായ ആ യജമാനത്തി വിളിക്കുകയാണ്, വരി തിന്മ ചെയ്യാം. വഖാലത് ഹൈത ലക്. അപ്പോൾ യൂസുഫ് നബി പറഞ്ഞൊരു വാക്ക് ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖാല മആദല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ അഭയം തേടുകയാണ്. സന്തോഷിക്കാനും തിന്മ ചെയ്യാനുമുള്ള എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി. പക്ഷെ ആ സമയത്തുണ്ടാകേണ്ട തഖ്വയാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. അതല്ലാതെ